അടുത്ത സെക്ഷൻ 2 ആണ് അനലിറ്റിക് ഫങ്ഷൻസ്. അപ്പോൾ അത് അനലിറ്റിക് ഫങ്ഷൻസ് ഓൾറെഡി നിങ്ങൾ ഡിഗ്രിക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അനലിറ്റിക് ഫങ്ഷൻസ്, റെസിഡ്യൂ, പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അനലിറ്റിക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുക എന്നുള്ളതാണ് പറയുന്നത്. ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ്, എപ്പോഴും നമുക്ക് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഇതൊക്കെ പറയണമെങ്കിൽ ഒരു ഓപ്പൺ സെറ്റിലുള്ള പോയിന്റ്സിലാണ് സാധാരണ നമ്മൾ പറയാറ്. കാരണം ഓപ്പൺ സെറ്റിലെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നെയ്ബർഹുഡ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പൺ സെറ്റ് പറയുന്നത്. അപ്പൊ ജി ഒരു ഓപ്പൺ സെറ്റ് ഇൻ സി ആണ്. എഫ് എന്ന് പറയുന്നത് ജിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ജിയിലെ ഒരു പോയിന്റ് എയില് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എ ആണ്. നമ്മൾ ആ ലിമിറ്റിന്റെ വാല്യൂവിനെ എഫ് ഡാഷ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഈ എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നത് എച്ച് ഒരു റിയൽ നമ്പർ അല്ല, കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. റിയൽ ഫംഗ്ഷൻസിന്റെ കേസിലാണ് നമ്മൾ എച്ച് ഡൊമൈൻ റിയൽ ആകുമ്പോഴാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ എച്ച് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, അത് ഓർമ്മ വേണം. അതായത് എച്ചിനെ ഒരു ഓർഡേർഡ് പെയർ H1, H2 ടെൻസ് ടു 0, 0 എന്നുള്ളത് പോലെ വേണം കൺസിഡർ ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ആ ലിമിറ്റിനെ നമ്മൾ എഫ് ഡാഷ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ. ഇനി ഈ ജിയിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ വി സേ ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ജി എന്ന് പറയും. ഇനി എപ്പോഴാണ് ഈ എഫ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറയാം? എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ജിയിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എഫ് ഡാഷ് ഡിഫൈൻസ് എ ഫംഗ്ഷൻ. അപ്പൊ എല്ലായിടത്തും എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും ജിയിൽ. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം ഫ്രം ജി ടു സി, വേർ ഈ ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡാഷ് എ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ്. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഈ എഫ് ഡാഷ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. നമ്മൾ അനലിറ്റിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഈ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ എന്നുള്ള കേസിൽ നിന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എഫ് കണ്ടിന്യൂസ് ആണ്. പക്ഷെ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെന്ന് നിർബന്ധമില്ല. അപ്പൊ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. ഇനി എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ. ഇനി ഇതുപോലെ ഇതിന്റെ എല്ലാ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതിന്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എല്ലാം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ. അപ്പൊ ഇവിടെ 3 ഡെഫിനിഷൻ പഠിച്ചു. എപ്പോഴാണ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എ എന്ന് പറയാം. ഇനി എപ്പോഴാണ് എഫ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ? കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി എല്ലാ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും എഫിന്റെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ. ഇനി നമ്മളൊരു പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യാണ്. അതായത് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എ ആണെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് എ ആണ്. അപ്പൊ എഫ് കണ്ടിന്യൂസ് അറ്റ് എ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കാണിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ എന്നാണ്. അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ എഫ് ഇസഡ് മൈനസ് എഫ് എ ബൈ ഇസഡ് മൈനസ് എ എക്സിസ്റ്റ് ചെയ്യും. അത് ഈക്വൽ ടു എ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ലിമിറ്റ് മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എ. മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എ എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എയുടെ കൂടെ ഒരു മോഡ് ഇസഡ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു എ മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എ ഇൻറ്റു ലിമിറ്റ് മോഡ് ഇസഡ് മൈനസ് എ. ഈ ലിമിറ്റ് നമുക്ക് ക്യാപിറ്റൽ എ, അതായത് മോഡുലസ് ഇല്ലാതുള്ള ലിമിറ്റ് എ ആണ്. അപ്പൊ മോഡുലസിന്റെ ലിമിറ്റ് മോഡുലസ് എ ആയിരിക്കും. അപ്പോൾ അതേ ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു മോഡ് ഇസഡ് മൈനസ് എ. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പൊ മോഡ് എ ഇൻറ്റു 0 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് ഓഫ് ദിസ് മോഡുലസ് ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ആ മോഡുലസ് റിമൂവ് ചെയ്താലും എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ ടു 0. That is limit z tending to f of z equal to f of a എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫംഗ്ഷൻ എന്തായി? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനിയാണ് നമ്മൾ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ എഫ് എന്താണ്?
കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ജി ആയിരിക്കണം. അപ്പൊ എഫ് ഈസ് അനലിറ്റിക് ഓൺ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഷുഡ് ബി കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ജി. ഈ അനലിറ്റിക് ഫംഗ്ഷന് വേറെ ഒരു ഡെഫിനിഷൻ കൂടി ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നതും അനലിറ്റിക് ആണെന്ന് പറയുന്നതും രണ്ടും ഒരു വ്യത്യാസമുണ്ട്. എഫ് അനലിറ്റിക് ആണെന്ന് ഒരു പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിളും ആകണം, പ്ലസ് അതിന്റെ ഒരു നെയ്ബർഹുഡിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഒറ്റ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയാൽ മാത്രം പോരാ, അതിന്റെ നെയ്ബർഹുഡിലും കൂടെ ഒരു നെയ്ബർഹുഡ് ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിലും കൂടെ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ വേറെ ഒരു ഫോം ആണ് എന്ത് എഫ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് എഫും ജിയും അനലിറ്റിക് ആണെങ്കിൽ എഫ് പ്ലസ് ഓർ മൈനസ് ജി എഫ്, ജി എഫ് ബൈ ജി, ഇതൊക്കെ അനലിറ്റിക് ആയിരിക്കും. എഫ് ബൈ ജിയുടെ കേസിൽ പ്രൊവൈഡഡ് ജി എന്താവാൻ പാടില്ല, അവിടെ വാനിഷ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ചെയിൻ റൂൾ പ്രൂവ് ചെയ്യാണ്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് എഫും ജിയും രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ് ഓൺ ജി ആൻഡ് ഒമേഗ. രണ്ട് ഡിഫറെന്റ് സെറ്റ്സിൽ ഇത് അനലിറ്റിക് ആണ്. സപ്പോസ് എഫ് ഓഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ. എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ, അതായത് ജിയുടെ ഡൊമൈനിൽ കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ജി കോമ്പോസിഷൻ എഫ് എന്താണ്, അനലിറ്റിക് ഓൺ ജി ആണ്. ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ്. ഇതാണ് ചെയിൻ റൂൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എഫ് ജിന്ന് സിയിലേക്കുള്ള അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ജി, ഒമേഗന്ന് സിയിലേക്കുള്ള അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ജി കണ്ടെയ്ൻഡ് ഇൻ ഒമേഗയാന്ന് തന്നിട്ടുണ്ട്. ദെയർഫോർ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എവിടുന്ന ജി ടു സിയിലേക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ഒരു ഇസഡ് നോട്ട് എലമെന്റ് ഓഫ് ജി ആണ് എടുക്കുക. ആൻഡ് ചൂസ് പോസിറ്റീവ് നമ്പർ ആർ സച്ച് ദാറ്റ് ബി ഇസഡ് നോട്ട് ആർ കണ്ടെയ്ൻഡ് ഇൻ ജി. അതായത് ഇസഡ് നോട്ട് ഇൻ ജി, ജി ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ ജിക്കകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന പോലെ ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാം. അതാണ് ആ ഇസഡ് നോട്ട് ആർ എന്ന് പറയുന്നത്. ഇസഡ് നോട്ട് ആർ അതിനെ കണ്ടെയ്യുന്ന ഒരു നെയ്ബർഹുഡ് ആണ്. ഇതിലെ ഒരു പോയിന്റ് ആണ് എച്ച് എൻ എന്ന് എടുക്കുക. such that 0 less than mod hn less than r. ഇങ്ങനെയുള്ള പല പോയിന്റ്സ് കാണും അല്ലെ, mod hn less than r ആയിട്ടുള്ള പല പോയിന്റ്സ് ഉണ്ടാവും. ആൻഡ് ലിമിറ്റ് n tends to infinity hn എന്തും കൂടെ ആവണം, 0യും കൂടെ ആവണം. അങ്ങനെയുള്ള hnകളാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. ലിമിറ്റ് n tends to infinity hn 0യും ആവുന്നത്. അപ്പൊ നമ്മൾ എന്തിനാ ഇതൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾക്ക് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് കാണിക്കണമെങ്കിൽ ലിമിറ്റ് എച്ച് എൻ ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് എഫ് ഇസഡ് നോട്ട് ബൈ എച്ച് എൻ. ഈ എച്ച് എൻ കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് ഈക്വൽ ടു എഫ് ഡാഷ് ഇസഡ് നോട്ട് ആണ് അല്ലെ, എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ എച്ച് എൻ ടെൻസ് ടു 0 എന്ന് പറയുന്നതിന് പകരം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും ഈ ലിമിറ്റിന് പകരം കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്, എച്ച് എൻ ടെൻസ് ടു 0 ആണ്. അപ്പൊ ഈ കീഴെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എച്ച് എൻ ടെൻസ് ടു 0 എന്നും കൂടിയാണ്. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ എഫ് ഓഫ് ഇസഡ് നോട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ ആണ് ഫോർ ഓൾ എൻ. അങ്ങനെ അസ്യൂം ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് കാണേണ്ട ചെയിൻ റൂൾ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി കോമ്പോസിഷൻ. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ആണ് നമുക്ക് കാണേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് ഡാഷ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്ററിൽ എച്ച് എൻ ടെൻസ് ടു 0 എന്നുള്ളതിന് പകരം എന്താണ്, ഈ ലിമിറ്റിന്റെ ഇവിടെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എച്ച് എൻ ടെൻസ് ടു 0 എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഇസഡ് നോട്ട്. ഇതെന്താണെന്ന് നമുക്കറിയാം, ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. ഇതിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്തെടുത്തു, എഫ് ഓഫ് ഇസഡ് നോട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ ഫോർ ഓൾ എൻ. അപ്പൊ നമ്മൾ കുറെ എച്ച് എനുകൾ എടുത്തായിരുന്നു. മോഡ് എച്ച് എൻ ലെസ് ദാൻ ആറും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എച്ച് എൻ ഈക്വൽ ടു 0 ആവുന്നു. അപ്പൊ അങ്ങനെ ഏത് എച്ച് എൻ കൊടുത്തു കഴിഞ്ഞാലും എന്താണ്, ഇവിടെ എഫ് ഓഫ് ഇസഡ് നോട്ട് നോട്ട് ഈക്വൽ ആണ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ജി കോമ്പോസിഷൻ എഫ് ഇസഡ് നോട്ട് എച്ച് പ്ലസ് എച്ച് എൻ, ജി കോമ്പോസിഷൻ എഫ് ഇസഡ് നോട്ട് ബൈ എഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് എഫ് ഇസഡ് നോട്ട്. ഈ ന്യൂമറേറ്ററിന്റെ കീഴെ നമ്മൾ എച്ച് എൻ, എന്നിട്ട് ഈ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എച്ച് എൻ ടെൻസ് ടു 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി അറിയാം, ഈ ജി കോമ്പോസിഷൻ എഫിനെ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് ജി ഓഫ് എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും എന്തിന്റെ ഡെറിവേറ്റീവ്, ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ്. കാരണം നമ്മൾ സാധാരണ ജി ഓഫ് ഇസഡ് മൈനസ് ജി ഓഫ് ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു എന്ന് എഴുതിയാൽ അത് ജി ഡാഷ് ഡബ്ല്യു ആണ് അല്ലെ.
ഇവിടെ ഇതാണ് വേരി ചെയ്യുന്നത്. എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിനോമിനേറ്ററിൽ വന്നാൽ ഇതെന്താവും? ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് നോട്ട് ആവും. ഇനി ഇവിടെ ഇതെന്താണ്? എഫ് ഇസഡ് നോട്ട് പ്ലസ് എച്ച് എൻ മൈനസ് എഫ് ഇസഡ് നോട്ട് ബൈ എച്ച് എൻ. ഇവിടെ ഇതെന്ന് പറയുന്നത് എഫ് ഡാഷ് ഇസഡ് നോട്ട്. അപ്പം ആ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഈ ഇക്വേഷനിൽ നിന്ന് തുടങ്ങി ഇതെന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ആണ്. അത് ഈക്വൽ ടു ജി ഡാഷ് എഫ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് കിട്ടി. ആദ്യത്തെ കേസ് നമ്മൾ അസ്യൂം ചെയ്തത് നോട്ട് ഈക്വൽ ആണെന്നാണ്. ഇനി നമ്മൾ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യാണ് ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഓഫ് എൻ. ഇപ്പൊ കുറെ എച്ച് എന്നുകൾ ഉണ്ട്, അതിൽ ഒരുപാട് എച്ച് എന്നുകൾക്ക് ഇത് ഈക്വൽ ആണ്. മേ ബി ഫൈനൈറ്റ്ലി മെനിക്ക് മാത്രം എന്താണ്? നോട്ട് ഈക്വൽ ആവും. അപ്പൊ നമ്മൾ ഏതൊക്കെ എച്ച് എൻ ആണ് സീറോ ഈക്വൽ ആകുക നോട്ട് ഈക്വൽ ആകുക അറിയത്തില്ല. അപ്പൊ ഈ എച്ച് എന്നുകളുടെ കളക്ഷനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു സീക്വൻസ് കെ എനും സീക്വൻസ് എൽ എനും. ഈ സീക്വൻസ് കെ എന്നിലുള്ള ഏത് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് കെ എൻ കൊടുത്തു കഴിഞ്ഞാലും ഇത് നോട്ട് ഈക്വൽ ആണ്. അതുപോലെ എഫ് ഓഫ് എൽ എന്നിലെ എങ്ങനെയുള്ള എലമെന്റ്സ് ആണ്? എഫ് ഓഫ് ഇസഡ് പ്ലസ് എൽ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ആയിരിക്കും ഫോർ ഓൾ എൻ. അപ്പൊ എച്ച് എന്നിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് കേസിലും നമ്മൾ ചെയിൻ റൂൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സിൻസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ, എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്കറിയാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ബൈ എൽ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഡാഷ് ഇസഡ് നോട്ട് ആയിരിക്കും. ഇവിടെ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ln ടെൻഡ്സ് ടു 0 ആണ് കേട്ടോ. ഇത് ഈക്വൽ ടു എഫ് ഡാഷ് ഇസഡ് നോട്ട് ആയിരിക്കും. ഇനി ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ എങ്ങനെയാണ്? എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ്. അപ്പൊ ഈ ന്യൂമറേറ്റർ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ എഫ് ഓഫ് ഇസഡ് നോട്ട് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട്. അപ്പൊ ഈ ലിമിറ്റ് എന്താണ്? 0 ആണ്. അതായത് നമ്മുടെ എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്താന്ന് കിട്ടി? ഈക്വൽ ടു 0. അപ്പൊ ഈ കേസിൽ എന്തും ആയിക്കോട്ടെ, എഫ് ഡാഷ് ഇസഡ് നോട്ട് എൽ എന്നോ എച്ച് എന്നോ എന്തോ ആയിക്കോട്ടെ, എഫ് ഡാഷ് ഇസഡ് നോട്ടിന് എപ്പോഴും ഒരേ വാല്യൂ കിട്ടുള്ളൂ. എഫ് ഡാഷ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ഓൾസോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട്. നമുക്ക് ചെയിൻ റൂൾ ആണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് നോക്കുകയാണ്. ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട് ബൈ എൽ എൻ. അപ്പോൾ ഇതിനെ നമ്മൾ ജി കോമ്പോസിഷൻ എഫിനെ ജി ഓഫ് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ എടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരിക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എഫ് ഓഫ് ഇസഡ് നോട്ട്. നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ എൻ ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എൽ ന് പകരം എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് എഴുതാം മൈനസ്. അപ്പൊ ഇവിടെ വീണ്ടും ന്യൂമറേറ്റർ 0 ആയി. ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായി? 0 ആയി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ടും 0 ആണെന്ന് കിട്ടി. ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ടും എന്താന്ന് കിട്ടി? 0 ആയി. അപ്പൊ നമ്മൾ ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് നോട്ടിന്റെ വാല്യൂ എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് നോട്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. സിൻസ് എന്താണ്? എഫ് ഡാഷ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ 3നും 2നും എന്താ കിട്ടിയത്? 3ഉം 2ഉം ഈക്വൽ ആണ് കിട്ടി. ഈ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ട്. ഈ 3ൽ എന്താ ഉള്ളത്? ജി ഡാഷ് എഫ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് നോട്ട്. അപ്പൊ ആ കേസിൽ ഇവിടെ ചെയിൻ റൂൾ ഹോൾഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ നോക്കുകയാണ് കെ എന്നിന്റെ കേസിൽ. ഇവിടെ എൽ ന്റെ കേസാണ് പ്രൂവ് ചെയ്തത്. കെ ന്റെ കേസിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് കെ എൻ മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഇസഡ് നോട്ട് മൈനസ് ബൈ കെ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ആണ്. നമുക്കറിയാം നോട്ട് ഈക്വൽ, ഇത് മേളിലത്തേത് നോട്ട് ഈക്വൽ ആവുന്ന കേസിൽ ഓൾറെഡി നമ്മൾ ചെയിൻ റൂൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫസ്റ്റ് കേസ് 1 വെച്ചത് എന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ജി ഡാഷ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് നോട്ട് ആണ്. ബട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ പ്രൂവ് ചെയ്തു എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്താന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ എന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ഡാഷ് എഫ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ കേസ് 2 നമുക്ക് ചെയിൻ റൂൾ വെച്ച് ജി കോമ്പോസിഷൻ എഫ് ഡാഷ് സെഗ്മെന്റിന്റെ വാല്യൂ എപ്പോഴും 0 ആയിട്ട് കിട്ടി. അപ്പൊ ഇനി ഈ ബാക്കി ഏത് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സബ് കേസ് ആയിട്ടേ വരുള്ളൂ. അപ്പൊ ദ ജനറൽ കേസ് ഈസിലി ഫോളോസ് ഫ്രം ദ പ്രിസീഡിംഗ് 2. ഇനി നമ്മൾ എപ്പോഴും ഒരു എഫ് അനലിറ്റിക് ഓൺ ഒരു ഓപ്പൺ സെറ്റ് എ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഡിഫൈൻ ചെയ്തത്. ഇനി ആ സെറ്റ് എ ഓപ്പൺ അല്ലെങ്കിൽ എഫ് അനലിറ്റിക് ഓൺ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിൽ എഫ് അനലിറ്റിക് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
ഈ നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ ഇത് ഒരു ഒത്തിരി വലിയ പ്രൊപ്പോസിഷൻ ആണ്, വളരെ സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാൻ. എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു പവർ സീരീസ് n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് a റേസ് ടു എന്ന് പറയുന്ന പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ക്യാപിറ്റൽ R ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഫോർ ഈച്ച് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ദ സീരീസ് summation n equal to k to infinity n into n minus 1 etc. n minus k minus 1 an z minus a raised to n minus k has radius of convergence. ഈ സീരീസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എഴുതി നോക്കിയാൽ അറിയാൻ പറ്റും. ഈ പറയുന്ന സീരീസിന്റെ kth ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ സീരീസ് നമ്മൾ എഴുതി നോക്കുമ്പോൾ a0 പ്ലസ് a1z പ്ലസ് a2z സ്ക്വയർ അങ്ങനെയാണ് പോകുക. അപ്പൊ എപ്പോഴും നമ്മൾ a0യ്ക്കാണ് ഇത് പ്രൂവ് ചെയ്യുക കേട്ടോ. അപ്പൊ ശരിക്കും ഈ സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന എഫ് ഓഫ് ഇസഡിന്റെ kth ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ക്യാപിറ്റൽ R ആണെന്ന് കാണിക്കും. പിന്നെ ഈ സീരീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പവർ സീരീസിന്റെ kth ഡെറിവേറ്റീവ് ആണെന്ന് കാണിക്കും. പിന്നെ an എന്ന് പറയുന്നത് എന്താണ്, fn(a) by n ഫാക്ടോറിയൽ ആണെന്ന് കാണിക്കണം. 3 കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ഇക്വേഷൻ 1ൽ തന്നിരിക്കുന്ന സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് R തന്നെയാണെന്നുള്ളത് കാണിക്കാൻ പോവാണ്. അപ്പൊ a ആദ്യം 0 ആയിട്ട് എടുത്തു. അപ്പൊ നമ്മളുടെ സീരീസ് എന്ത് വരും, f of z equal to 0 to infinity an z raised to n. അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് R ആണ്. വേർ 1/r എന്ന് പറയുന്ന ലിമിറ്റ് n tends to infinity supremum of mod n raised to 1/n. k equal to 1ൽ എന്താണ് സീരീസ് എന്ന് പറയുന്നത് summation n equal to 1 to infinity n an z raised to n minus 1 ആണ്. ഈ സീരീസ് നമ്മൾ kക്ക് 1 കൊടുത്തു കഴിയുമ്പം ഇത് കിട്ടും. ഈ r ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദിസ് സീരീസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് r ഡബിൾ ഡാഷ് ഈക്വൽ ടു r ആണെന്ന് കാണിച്ചാൽ നമുക്ക് k ഈക്വൽ ടു 1ൽ കേസ് പ്രൂവ് ആവും. അപ്പൊ r ഡബിൾ ഡാഷ് എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദിസ് സീരീസ് ആണ് എടുത്തു. അപ്പൊ 1/r ഡബിൾ ഡാഷ് എന്ത് വരണം, ലിമിറ്റ് n tends to infinity nan raised to 1/n minus 1. സീരീസ് ഇതാവുമ്പം അതിന്റെ 1/r എന്ന് പറയുന്ന mod an raised to 1/n ആണ്. ഇവിടുത്തെ an ന്റെ സ്ഥാനത്ത് നിൽക്കുന്ന nan ആണ്. അവിടെ z പവർ എന്ന് പറയുന്നത് n minus 1 ആണ്. അതുകൊണ്ടാണ് nan raised to 1/n minus 1. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്കിനി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലിമിറ്റ് n tends to infinity n raised to 1/n minus 1 നമ്മൾ നോക്കുകയാണ്. അത് ബൈ ലോപിറ്റൽ റൂൾ എന്താണ്, അത് 1 ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി n raised to 1/n minus 1 ന്റെ ലിമിറ്റ് ആണ് നമ്മൾ 1 ആണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി now we prove that. അപ്പൊ നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു, ലിമിറ്റ് n tends to infinity n raised to 1/n minus 1 എന്ന് പറയുന്നത് 1 ആണ് പ്രൂവ് ചെയ്തു. ഇനി we prove that the limit supremum of an mod an raised to 1/n minus 1 എന്ന് പറയുന്നത് 1/r ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ 1/r ഡാഷ്, അപ്പൊ നേരത്തെ ഒരു r ഡബിൾ ഡാഷ് പറഞ്ഞായിരുന്നു, അത് നമ്മളുടെ സമ്മേഷൻ n ഇൻറ്റു ആ പറഞ്ഞ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് r ഡബിൾ ഡാഷ്. അപ്പൊ ഇവിടെ 1/r ഡാഷ് എന്തായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, ലിമിറ്റ് സുപ്രീമം mod an raised to 1/n minus 1. അങ്ങനെയാണ് r dash is the radius of convergence of ഏത് സീരീസ് ആയിരിക്കും, summation n equal to 1 to infinity an z raised to n minus 1 എന്ന് പറയുന്ന സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആയിരിക്കും. ഈ സീരീസിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. എന്ത് ചെയ്തു, n ന് പകരം n plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. n ന് പകരം n plus 1 റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ n equal to 1 ന്റെ സ്ഥാനത്ത് n plus 1 equal to 1 എന്ന് വരും. അതായത് n equal to 0 എന്ന് വരും. n ന് ഇവിടെ n plus 1 ആവും. ഇവിടെ n ന് n plus 1 കൊടുക്കുമ്പോൾ അത് z raised to n ആവും. അപ്പോൾ ഈ r 1/r dash എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ഏത് സീരീസ് ആണ്, summation n equal to 0 to infinity an plus 1 z raised to n ന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ്. നമുക്ക് an z raised to n നെ ഇതിനെ എങ്ങനെ എഴുതാം, a0 plus z into n equal to 0 to infinity an plus 1 z raised to n എന്ന് എഴുതാം. അപ്പൊ ഈ സീരീസിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സാധാരണ നമുക്ക് ഒറിജിനലി തന്നിരിക്കുന്ന സീരീസ് n equal to 0 to infinity an z raised to n നെ a0 plus z into summation n equal to 0 to infinity an plus 1 z raised to n എന്ന് കിട്ടും. mod z less than r dash ആണെങ്കിൽ, mod z less than r dash ആണെങ്കിൽ നമുക്കറിയാം summation an z raised to n എന്ന് പറയുന്ന less than or equal to mod a0 plus mod z into summation an plus 1 z raised to n less than infinity ആണ്. കാരണം mod z less than r dash ൽ എന്താണ്, ഏത് സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് നമ്മൾ പറഞ്ഞത്, r dash എന്ന് പറയുന്നത് ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ്. അപ്പൊ mod z less than r dash ആകുമ്പോൾ ഈ വാല്യൂ എപ്പോഴും less than infinity ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സീരീസ് mod an z
n ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ സീരീസ് ഇതാണ്. അപ്പൊ ഇത് ലെസ് ദാൻ ആർ ഡാഷ് ആവുമ്പോഴാണ് ഈ സീരീസ് കൺവേർജന്റ് ആവുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പൊ ഇത് ഉറപ്പായിട്ടും എവിടെ കൺവേർജ് ചെയ്യുന്നുണ്ട്? ആർ ഡാഷിന്റെ ഉള്ളിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ എന്ന് പറയുന്നത് ഈ ആർ ഡാഷിനേക്കാൾ വലുതായിരിക്കും. അതാണ് ആർ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മോഡ് ഇസഡ് ലെസ് ദാൻ ആർ ആണെങ്കിലോ ആൻഡ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സമ്മേഷൻ മോഡ് എ എൻ, കാരണം മോഡ് എ എൻ ഇസഡ് റേസ് ടു എന്ന് പറയുന്ന സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അത് സംഭവിക്കുമ്പോൾ മോഡ് എ എൻ ഇസഡ് റേസ് ടു ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മളുടെ ഇസഡ് ഇൻറ്റു സമ്മേഷൻ ഈ സീരീസിനെ കൺസിഡർ ചെയ്യാണ്. അതെന്ന് പറയുന്ന സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z റേസ് ടു n മൈനസ് a നോട്ട് ആണ്. ഈ ഇസഡിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഇത് a നോട്ട് ബൈ ഇസഡ് 1 ബൈ ഇസഡ് a n z റേസ് ടു n കിട്ടും. ഇതിന്റെ മോഡുലസ് എടുത്തു. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ മോഡ് ഇസഡ് ദിസ് സീരീസ് പ്ലസ് മോഡ് a നോട്ട് ബൈ ഇസഡ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഈ സീരീസ് അറിയാം, മോഡ് ഇസഡ് ലെസ് ദാൻ ആർ ആകുമ്പോൾ ഇത് കൺവേർജന്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആർ ഡാഷ് ആണ്. ആ ആർ ഡാഷ് എന്ന് പറയുന്നത് വിൽ ബി ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ ആർ ആണെന്നുള്ളത് കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്ന് കിട്ടി. അപ്പൊ അതായത് ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്ന് കിട്ടിയത് ലിമിറ്റ് സുപ്രീമം മോഡ് എ എൻ 1 ബൈ n മൈനസ് 1 എന്ന് പറയുന്ന 1 ബൈ ആർ ഡാഷ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ആർ തന്നെയാണ് കിട്ടി. ഇനി നമ്മൾ ഒരു എക്സസൈസ് 2-ലുള്ള ഒരു റിസൾട്ട് ഇവിടെ അസ്യൂം ചെയ്യാണ്, നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യും. വി നോ ദാറ്റ് ഇഫ് bn ആൻഡ് an ആർ റിയൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ആൻഡ് b സീക്വൻസ് ആണ്, b എന്ന് പറയുന്നത് ലിമിറ്റ് bn ആണെങ്കിൽ ആൻഡ് a എന്ന് പറയുന്നത് ലിമിറ്റ് സുപ്രീമം an ആണ്. ഇപ്പോൾ ഒരെണ്ണത്തിന്റെ ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്, ലിമിറ്റ് bn b യും ലിമിറ്റ് സുപ്രീമം an a യും ആണെങ്കിൽ a b എന്ന് പറയുന്നത് എന്താ? അതായത് ലിമിറ്റ് സുപ്രീമം ഓഫ് an b എന്ന് പറയുന്നത് a ഇൻറ്റു b എന്നാണ്. അപ്പൊ നമ്മൾ 1 ബൈ ആർ ഡബിൾ ഡാഷ് എന്തായിട്ടാണ് എടുത്തിരുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം n റേസ് ടു 1 ബൈ n മൈനസ് 1 കിട്ടി. അപ്പൊ നമ്മൾ ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1 ബൈ n മൈനസ് 1 ഓൾറെഡി 1 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ സുപ്രീമം an റേസ് ടു 1 ബൈ n മൈനസ് 1 1 ബൈ ആർ ഡാഷ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. 1 ബൈ ആർ ഡാഷ് എന്ന് പറയുന്ന 1 ബൈ ആർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സുപ്രീമം ലിമിറ്റ് സുപ്രീമം an n റേസ് ടു 1 ബൈ n മൈനസ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ബൈ ആർ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ബൈ ആർ ഡാഷ് ആണ് കിട്ടും. 1 ബൈ ആർ ഡാഷ് എന്ത് തന്നെയാണ്? 1 ബൈ ആർ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ആർ ഡാഷ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അതായത് റേഡിയസ് ഓഫ് ആർ ഡബിൾ ഡാഷ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദിസ് സീരീസ് ആയിരുന്നു. ഇത് ഈക്വൽ ടു ആർ എന്ന് കിട്ടി. ഹെൻസ് ദ കേസ് എ ഈസ് പ്രൂവ്ഡ് ഫോർ k ഈക്വൽ ടു 1. അപ്പൊ ഇനി കേസ് k ഈക്വൽ ടു 1-നാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആറാന്ന് പ്രൂവ് ചെയ്തത്. ഈ k ഈക്വൽ ടു 2-ന് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഒറിജിനൽ സീരീസ് ഇതായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് സീരീസ് n ഇൻറ്റു n മൈനസ് 1 an z റേസ് ടു n മൈനസ് 2 അങ്ങനെ എടുക്കുക. അപ്പോൾ k ഈക്വൽ ടു 1 എന്നുള്ള കേസ് അതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇനി ബി എന്ന് പറയുന്നത് നമുക്ക് കാണിക്കേണ്ടത് നമ്മൾ പറഞ്ഞ ആ സീരീസ് ഡെറിവേറ്റീവ് സീരീസ് എന്ന് പറയുന്നത് ജി ഇസഡ്, അതായത് ആ എഫ് ഓഫ് ഇസഡ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z റേസ് ടു n ഡെറിവേറ്റീവ് സീരീസ് ആണ് നമ്മൾ തൊട്ട് മുമ്പ് എയിൽ എഴുതിയ ആ സീരീസ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോർ മോഡ് ഇസഡ് ലെസ് ദാൻ ആർ, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് ആർ. ജി ഇസഡ് എന്ന് പറയുന്ന ഒരു സീരീസ് ഡിഫൈൻ ചെയ്തു, n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n a n z റേസ് ടു n മൈനസ് 1. എസ് എൻ ഇസഡ് എന്താണ്? k ഈക്വൽ ടു 0 ടു n വരെ ഉള്ളൂ a k z റേസ് ടു k. ആർ എൻ ഇസഡ് എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 മുതൽ ഇൻഫിനിറ്റി, അതായത് ഈ സീരീസിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. എഫ് ഓഫ് ഇസഡ് നമ്മുടെ ഒറിജിനൽ സീരീസ്. നമ്മളൊരു w ഇൻ b0 r, അതായത് 0 ഇതാണ്, r റേഡിയസ് ഉള്ള ആ സർക്കിളിന്റെ ഉള്ളിലാണ്, അതാണ് b0 r എന്ന് പറയുന്നത്. അവിടെ w ഇതിന്റെ ഫിക്സ് എ പോയിന്റ് w ഇൻ ഇതിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തു. ഇനി ആ w-ന് വേറൊരു പ്രത്യേകതയുണ്ട്, ഒരു സ്മോൾ r നമ്മൾ ഫിക്സ് ചെയ്തു സച്ച് ദാറ്റ് മോഡ് w ലെസ് ദാൻ സ്മോൾ r ലെസ് ദാൻ r. അപ്പൊ ഈ ക്യാപിറ്റൽ ആറിന്റെ ഉള്ളിൽ സ്മോൾ r റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുത്തു, അതിന്റെ ഉള്ളിലാണ് w. ഇനി ഈ w-ന്റെ ചുറ്റും നമ്മൾ ഒരു ഡെൽറ്റ റേഡിയസ് ഉള്ള ബോൾ വരച്ചു സച്ച് ദാറ്റ് ആ ഡെൽറ്റ റേഡിയസ് എങ്ങനെയാണ് ചൂസ് ചെയ്ത്? അതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത്, അതായത് കംപ്ലീറ്റ്ലി ആ ബോൾ എവിടെ കിടക്കണം? b0 r കിടക്കുന്ന പോലത്തെ ഒരു ബോൾ, അതാണ് ആ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ബി ഡബ്ല്യു ഡെൽറ്റയിലുണ്ടെന്ന് എടുത്തു.
ഇതിന്റെ ഉള്ളിൽ ഇസഡ് ഉണ്ടെന്ന് എടുത്തു. അങ്ങനെയാണ് നമ്മൾ എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു. അപ്പൊ അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നാ കാണിക്കണ്ടേ? ജി ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഈ സീരീസ് ആണ്. അപ്പൊ എഫ് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് സീരീസ് ആണ് ഇതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു മൈനസ് ജി ഡബ്ല്യു നമ്മൾ കാണാൻ പോവാണ്. എഫ് ഇസഡിനെ എനിക്ക് എങ്ങനെ എഴുതാം? എസ് എൻ ഇസഡ് പ്ലസ് ആർ എൻ ഇസഡ് എന്ന് എഴുതാം. എഫ് ഡബ്ല്യുവിനെ എസ് എൻ ഡബ്ല്യു പ്ലസ് ആർ എൻ ഡബ്ല്യു എന്ന് എഴുതാം, മൈനസ് ജി ഡബ്ല്യു. പിന്നെ നമ്മൾ ഒരു ടേം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഏതാ? എസ് എൻ ഡാഷ് ഡബ്ല്യു. ഇതൊരു ഫൈനൈറ്റ് സീരീസ് ആണ്. ഫൈനൈറ്റ് സീരീസിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്ട്ലി കാണാം കേട്ടോ. അതാണ് എസ് എൻ ഡാഷ് ഡബ്ല്യു മൈനസ് എസ് എൻ ഡാഷ് ഡബ്ല്യു. ഒരു ടേം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിനെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ് റീഗ്രൂപ്പ് ചെയ്യുന്നത്? എസ് എൻ ഇസഡ് മൈനസ് എസ് എൻ ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു, ആർ എൻ ഇസഡ് മൈനസ് ആർ എൻ ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു പ്ലസ് എസ് എൻ ഡാഷ് ഡബ്ല്യു മൈനസ് ജി ഡബ്ല്യു. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇതിൽ ഈ ടേം എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ആർ എൻ ഇസഡ് മൈനസ് ആർ എൻ ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു. ഇസഡ് മൈനസ് ഡബ്ല്യുവിനെ ഞാൻ പുറത്തെടുത്തു. ഇനി ആർ എൻ ഇസഡും ആർ എൻ ഡബ്ല്യു എന്താന്ന് എഴുതി. ആർ എൻ ഡബ്ല്യു ഇവരെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എ കെ z raised to k minus w raised to k by z minus w. ഇത് ഡിവിഷൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന സീരീസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് z raised to k minus w raised to k z minus w കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഈ സീരീസ് കിട്ടി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഇൻറ്റു r raised to k minus 1 ആണ്. കാരണം ഇവിടെ നമ്മുടെ മോഡ് z എന്ന് പറയുന്നത് w എന്ന് പറയുന്ന എല്ലാം എന്താണ്? ലെസ് ദാൻ സ്മോൾ r ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം z എവിടെയാണ് എടുത്തിരിക്കുന്നത്? ഇതിന്റെ ഉള്ളിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ മോഡ് z ലെസ് ദാൻ r ആണ്, മോഡ് w ലെസ് ദാൻ r ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ കെ ഇൻറ്റു കെ ആർ റേസ് ടു കെ മൈനസ് 1 കിട്ടും. ഇവിടെ മോഡുലസ് ഉണ്ട് കേട്ടോ, ഞാൻ മോഡുലസ് ഇടാൻ മറന്നുപോയതാണ്. ആർ എൻ ഇസഡ് മൈനസ് ആർ എൻ ഡബ്ല്യു എന്നുണ്ട്, മോഡുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n plus 1 to infinity mod a k r raised to k minus 1. ഇനി സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് ഈ സീരീസ് മോഡ് എ കെ ആർ റേസ് ടു കെ മൈനസ് 1 നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ സീരീസ് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഇൻറ്റിജർ ക്യാപിറ്റൽ n1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 മോഡ് ആർ എൻ ഇസഡ് മൈനസ് ആർ എൻ ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. ഇനി ഫോർ ഇസഡ് ഇൻ ഡി ഡബ്ല്യു ഡെൽറ്റ. ഇനി അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഡാഷ് ഡബ്ല്യു എന്താണ്? ഈക്വൽ ടു ജി ഓഫ് ഡബ്ല്യു ആണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഡാഷ് ഡബ്ല്യു, എസ് എൻ എന്ന് പറയുന്ന ഫൈനൈറ്റ് സീരീസ് ആണ്. അവിടെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എസ് എൻ ഡാഷ് ഡബ്ല്യു എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ഓഫ് ഡബ്ല്യു ആയിട്ട് കിട്ടും. സോ ദെയർ എക്സിസ്റ്റ് ഒരു ഇൻറ്റിജർ n2 സച്ച് ദാറ്റ് മോഡ് എസ് എൻ ഡാഷ് ഡബ്ല്യു മൈനസ് ജി ഡബ്ല്യു ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 whenever n greater than or equal to n2. ഈ n1ന്റെ n2ന്റെ മാക്സിമത്തിനെ സ്മോൾ n എന്ന് വിളിച്ചു. അപ്പൊ 2ഉം 3ഉം ഈ സ്മോൾ n-നും ഹോൾഡ് ചെയ്യും. ഇനി ലിമിറ്റ് z ടെൻഡിങ് ടു w എസ് എൻ ഇസഡ് മൈനസ് എസ് എൻ ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു. ഇത് ഫൈനൈറ്റ് സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഉറപ്പായിട്ടും എന്തായിരിക്കും? എസ് എൻ ഡാഷ് ഡബ്ല്യു ആണ്. അപ്പോൾ ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റൻസിന്റെ തിയറം ലിമിറ്റ് ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്കൊരു ഡെൽറ്റ, ഒരു എപ്സിലോൺ തന്നാൽ ഇവിടെ എടുത്ത അതേ എപ്സിലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഡെൽറ്റ കിട്ടും. സച്ച് ദാറ്റ് ദിസ് മോഡുലസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 whenever മോഡ് ഇസഡ് മൈനസ് ഡബ്ല്യു ലെസ് ദാൻ ഡെൽറ്റ. ഈ 2ഉം 3ഉം 4ഉം നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് എന്താണ്? എഫ് ഡാഷ് ഡബ്ല്യു ആണ്. എഫ് ഡാഷ് ഡബ്ല്യു ഈക്വൽ ടു ജി ഓഫ് ഡബ്ല്യു. അപ്പൊ ആ സീരീസ് ഡെറിവേറ്റീവ് സീരീസ് എന്താണ്? ജി ഓഫ് ഡബ്ല്യു ആണെന്ന് കിട്ടി. അപ്പൊ അതങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സി പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ എ എൻ എന്ന് പറയുന്നത് എഫിന്റെ എന്ത് ഡെറിവേറ്റീവ് അറ്റ് 0 ബൈ n ഫാക്ടോറിയൽ ആണ്. എഫ് കെ ഇസഡ് ഡെറിവേറ്റീവ് സീരീസ് എഫ് കെ ഇസഡ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന സീരീസ്. എഫ് ഇസഡ് നമുക്കറിയാം ഇതാണെന്ന്. a0 പ്ലസ് a1 ഇസഡ് പ്ലസ് a2 ഇസഡ് സ്ക്വയർ. എഫ് ഓഫ് 0 എന്ന് പറയുന്ന ഇതിൽ നമുക്ക് a0 കിട്ടും. അപ്പൊ എഫിന്റെ 0th ഡെറിവേറ്റീവ് അറ്റ് 0, അതായത് എഫ് ഓഫ് 0 എന്ന് പറയുന്ന a0 ആണ്. എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുന്നതിന്റെ സീരീസ് എന്താണ്? കെക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 into a1 പ്ലസ് 2a2 ഇസഡ് പ്ലസ് 3a3 ഇസഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് 0 നമുക്ക് a1 കിട്ടും. ഇതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് 2a2 എന്നുള്ളത് കിട്ടും. അത് എഴുതി നോക്കിയാൽ നമുക്ക് എളുപ്പം കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇൻ ജനറൽ എഫ് കെ 0 എന്ന് പറയുന്നത് k ഇൻറ്റു കെ മൈനസ് 1, അതായത് എന്നിന് പകരം k ഇട്ട് കൊടുക്കുമ്പോൾ k ഇൻറ്റു കെ മൈനസ് 1 എക്സെട്ര k മൈനസ് കെ പ്ലസ് 1, അതായത് അത് 0 ആവും. സോറി, k മൈനസ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ആവും. അപ്പൊ k മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു എ കെ ഇസഡ് റേസ് ടു
കെ മൈനസ് കെ അത് 0 ആയിപ്പോ. അപ്പോൾ കെ മൈനസ് കെ പ്ലസ് 1 എ കെ വരെയുള്ളൂ. ഇതെന്ന് പറയുന്നത് കെ ഫാക്ടോറിയൽ ഇൻറ്റു എ കെ. അപ്പോൾ എഫ് കെ 0 എന്ന് പറയുന്നത് എഫ് എ കെ എന്ന് പറയുന്നത് എഫ് കെ 0 ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ ഇൻ ജനറൽ എ എൻ ഈക്വൽ ടു എഫ് എൻ 0 ബൈ എൻ ഫാക്ടോറിയൽ.